19 വർഷം പഴക്കം കാണൂലേ? നമുക്ക് ഈ അമ്പലം അങ്ങ് പൊളിച്ച് പുതുക്കി പണിഞ്ഞവരെ സഹായിച്ചാലോ? ആ ചായക്കടയിലെ പറ്റി കൊടുത്തായിരുന്നു. എന്നാ പോക്കണം അതൊക്കെ പോകുന്നു. ഇതാടാ പറ്റിയ അവസരം. നമുക്ക് ഹെൽപ്പ് അയാളെ പോലീസ് പിടിച്ചോളൂ, നമുക്ക് അയാളെ രക്ഷിക്കാം. എനിക്ക് നടുവേദന സൈക്കിൾ എടുത്തേക്ക്. എത്ര 150 ജബ്ബാർ. ആക്സിഡന്റ് ആയിട്ട് വന്നവരുടെ കൂടെ ഉള്ളവരാ ഞങ്ങളോ? ഈ മരുന്ന് എത്രയും വേഗം വാങ്ങിച്ചോണ്ട് വരണേ. നമ്മളിനി എന്ത് ചെയ്യും അല്ലയ്യ? എന്റെ ഇനി ഒന്നുമില്ല. നീ മോതിരം ഒരിക്കും. എടാ ബന്ധുക്കൾ വന്നോടാ, തിരിച്ച് മേടിച്ചു തരാടാ. ഊർത്താടാ, മരുന്ന് മേടിക്കണ്ട. ഇവിടെ കേട്ടോ ചേട്ടനാരോ? അളിയനല്ലേ? എവിടെ ആക്സിഡന്റ് അപ്പുറത്താണ്. ആരാ ആക്സിഡന്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്? ഞങ്ങളാ സാർ. എന്താ സംഭവിച്ചത്? സാർ ഞങ്ങൾ ജംഗ്ഷനിൽ നിന്നപ്പം ഒരു കാർ വന്ന് ഇയാളെ ഇടിച്ചിട്ട് നിർത്താതെ പോയി. എന്നിട്ട് കാറിന്റെ നമ്പർ ഓട്ടായിരുന്നു? ഇല്ല സാർ, അതിനു മുമ്പേ അവൻ പോയി. പിന്നെ ഒരു കിട്ടിയ വണ്ടി വിളിച്ചാൽ പുള്ളിക്കാരനെ കൊണ്ടുവരിക. ജീവൻ രക്ഷിക്കാനല്ലേ സാർ ആദ്യം നോക്കണ്ട. അതാണ് സാർ, നമ്മൾ ജാം ഹെൽപ്പിന്റെ പ്രവർത്തകരായിരുന്നു. ആർക്കും എന്ത് സഹായത്തിനും ഞങ്ങളുണ്ടാവും. സാമ്പത്തികം ഒഴിച്ച് സാറേ, ഇയാളെ ഓട്ടോ പിടിച്ച് കൊണ്ടുവന്നത് മരുന്നിനൊക്കെ ആയിട്ട് കുറച്ച് പൈസ ചെലവായിരുന്നു. ഇത്രയും പൈസ നിങ്ങളുടെ ഉണ്ടായിരുന്നു? പൈസ മുടക്കി സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലായിരുന്നു എനിക്ക്. അയാൾക്ക് ബോധം തെളിയട്ടെ, അതിനുശേഷം ഞാൻ സംസാരിക്കാം. സാർ, ആക്സിഡന്റ് പറ്റിയ ആളിനും ബോധം വന്നു. ബോധം തെളിഞ്ഞിട്ടുണ്ടോ? നിങ്ങളോടോ എന്താ സംഭവിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ട് സാറേ. എന്താ സംഭവിച്ചത്? ഞാനിതുപോലെ സൈക്കിളിൽ വരുമ്പോൾ ഒരു കാറുകാരൻ വന്ന് തന്നെ പിടിച്ചിട്ടിട്ട് പോയി. ആളുകളെ കണ്ടാ തിരിച്ചറിയോ? തിരിച്ചറിയോ സാറേ? തിരിച്ചറിയാം. ഈ നിൽക്കുന്ന ആരാ? അത് എന്റെ അളിയനാ സാറേ. അളിയനാണ്. ഈ നിൽക്കുന്നവരെ അറിയാവോ? അറിയാം സാറേ. യവന്മാരെ എന്നെ വണ്ടി പിടിച്ചത്. അതെ സാറേ, യവന്മാര്. എന്നിട്ട് അതോ നീ എല്ലാവരും ഇത്ര നേരം നാടകം കളിച്ചത്? ഞങ്ങളല്ലേ? നിങ്ങളല്ലേ?